നമസ്കാരം. 2019 എഴുതിയ ഒരു മിനിക്കഥയാണ് സുന്ദരം സുഖദം. ആ കഥ ഇങ്ങനെയാണ്. തിരയാർക്കുന്ന കരിങ്കടൽ പോലെ മനസ്സൊളിഞ്ഞപ്പോൾ തിരക്കഥാകൃത്ത് ധ്യാനത്തിലാണ്ടു. സ്വച്ഛമായ എഴുത്തിനും ആശയങ്ങളുടെ അപൂർവതയ്ക്കും വേണ്ടിയുള്ള ധ്യാനം. തുടർച്ചകളിൽ നിന്നും ഇടർച്ചകളിലേക്കും സ്വസ്ഥതകളിൽ നിന്നും അസ്വസ്ഥതകളിലേക്കും നിരന്തരം കടത്തുതോണി തുഴഞ്ഞ് അയാൾ മൗനിയായി, മുനിയായി. വരം കാത്തുനിന്നും അടുത്ത താപ്സി. ഒടുവിലൊന്നോ പ്രത്യക്ഷപ്പെട്ട ദേവനോടൊപ്പം മൗനി കയ്യാങ്കളിക്കിറങ്ങി. യുദ്ധം, അനിഷേധ്യമായ യുദ്ധം. അതേക്കുറിച്ചും കഥകളുണ്ടായി. കേട്ടവർ ആ കഥ പാടി കവിതയാക്കി. ചിലർ അതിന്റെ പതിപ്പുകൾ ഇറക്കി കവികളുമായി. കൃതികളിൽ ഇരട്ടവാലന്മാർ കയറിച്ചെന്ന് തൂലികയുടെ പാരമ്പര്യ സ്മൃതികളിൽ ഭൂപടങ്ങളുടെ ചിത്രം വരഞ്ഞു. കാലം അതും ചലച്ചിത്രമാക്കി. കണ്ടവർ ആ ചലനചിത്രത്തിന് ഒരു പേര് വിട്ടു: സുഖദം സുന്ദരം. തിയേറ്ററിലിപ്പോൾ വൻ കളക്ഷനാണ് ആ ചിത്രം. എന്നിട്ടും ടിക്കറ്റ് കിട്ടാതെ അലയുന്നുണ്ട് തോണിക്കാരൻ.